ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ വീടിൻ്റെ വെളിയിലത്തെ വ്യൂ ആണ്. ആൻഡ് ഐ റിയലി ലവ് ദീസ്. ആൻഡ് താഴെ കുറേ ആൾക്കാർ ഇന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഇംഗ്ലീഷ് ബോർഡ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി വ്ലോഗാണ്. ആൻഡ് ഞാനിവിടെ കുറച്ച് ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫെബ്രുവരി 9th ആണ്. സോ 9th ഞാൻ വിചാരിച്ചു മൊത്തത്തിലുള്ള ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ആൻഡ് ആഫ്റ്റർ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് 13-നും 14-നും ഒന്നും കൂടെ ഇംഗ്ലീഷിൻ്റെ PYQs സാമ്പിൾ പേപ്പേഴ്സൊക്കെ മുഴുവൻ സോൾവ് ചെയ്തിട്ട് അങ്ങനെ ഗ്രാമേഴ്സൊക്കെ നോക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ദാറ്റ് ഈസ് മൈ സ്ട്രാറ്റജി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഫുള്ള് ഗ്രാമേഴ്സും ലിറ്ററേച്ചർ പാർട്ടും ആൻഡ് ആൾസോ റൈറ്റിംഗ് റീഡിങ് എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. ആൻഡ് ഐ തിങ്ക് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പം ടൈം 4:32 ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ടെൻസസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്ക് ഗ്രാമറിൽ ടെൻസസും റിപ്പോർട്ടഡ് സ്പീച്ചും കുറച്ച് പാടില്ല. എന്തോ എനിക്ക് എഴുതാൻ നേരത്തെ എന്തോ പറ്റുമെന്നറിയില്ല. ഞാൻ എല്ലാം കൂടെ ടോട്ടലി കൺഫ്യൂസ് ആയിപ്പോവും. ആൻഡ് മെയിൻലി റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് എനിക്കങ്ങനെ ആവുന്നത്. ബിക്കോസ് നമ്മുടെ സെൻറ്റൻസ് എന്തെങ്കിലും ഇടുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് എന്തായാലും ഒരു മിസ്റ്റേക്ക് വന്നിരിക്കും. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടെൻസസ് ഒക്കെ ഒന്ന് പഠിച്ചു. ലൈക്ക് ഒരു വീഡിയോ കണ്ടു. ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ PYQs ഉണ്ടായിരുന്നു, ലൈക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടായിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ഗ്രാമറൊക്കെ പ്രാക്ടീസ് ചെയ്തു. എന്ന് വെച്ചാൽ കുറേ ഗ്രാമർ പാർട്ടില്ലേ നമുക്ക്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗ്രാമറിൻ്റെ ഒരു സാമ്പിൾ പേപ്പർ ചെയ്തിരുന്നു, ഗ്രാമർ സെക്ഷൻ മാത്രം. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഓരോ പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, ഗ്രാമറിൻ്റെ ആയിരുന്നു. ആൻഡ് ആക്ച്വലി ഇത് കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എനിക്ക് എവിടേക്കോ തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തു, ഗ്രാമർ പാർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഗ്രാമറിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ദാറ്റ് നമ്മൾക്ക് 12 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഗ്രാമറിൽ. സോ നിങ്ങൾ 12 ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ കൂടെയും നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ അറിയത്തില്ല എന്ന് വെച്ചിട്ട് ലീവ് ചെയ്തിട്ട് ശരിക്കും നിങ്ങൾ വിചാരിച്ച ആൻസർ തന്നെയായിരുന്നെങ്കിൽ അത് നമുക്ക് റിസ്ക് എടുക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് 10 മാത്രം അറ്റംപ്റ്റ് ചെയ്യും, ബാക്കി 2 ലീവ് ചെയ്യും. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്താൽ എനിക്ക് തന്നെയാണ് പ്രശ്നം. അങ്ങനെ ഞാനിപ്പം ഫുള്ളും അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആൾസോ എനിക്ക് 10ൽ 9 കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രാമറിൽ. പക്ഷേ ഇനി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു റീഡിങ് സെക്ഷൻ ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ ഒന്നും കൂടെ ലൈക്ക് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ റീഡിങ്ങിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ എത്ര വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നറിയില്ല. സോ അതുകൊണ്ട് ഞാനൊരു പാരഗ്രാഫൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ അതുകൊണ്ട് തന്നെ ഗ്രാമറല്ല ഗൈസ്, റീഡിങ് സെക്ഷൻ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാമർ സെക്ഷനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ റൈറ്റർ. അപ്പം എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്. ബട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന യൂട്യൂബിൽ നിന്നൊക്കെ, ഞാനും യൂട്യൂബിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് റീഡിങ് സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ഞാൻ എന്തൊക്കെയോ ടു ഡു ലിസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പഠിക്കുന്നത് എൻ്റെ പോയംസാണ് ഗൈസ്. പോയംസും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് പോയറ്റിക് ഡിവൈസസൊക്കെ ഒന്നും കൂടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പോയംസിൻ്റെ പോയറ്റിക് ഡിവൈസസ് അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓരോ പോയംസിൽ നിന്നും എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരത്തില്ല. അപ്പം ഞാൻ സാമ്പിൾ പേപ്പർ നോക്കിയിട്ട് തന്നെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫുള്ളി എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ലൈക്ക് എനിക്ക് ഇനി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ എനിക്കറിയാത്തൊരു ചാപ്റ്ററാണ്, ലൈക്ക് അറിയാം ബട്ട് അതിനെ പറ്റിയിട്ട് അത്രയ്ക്കൊരു നല്ലൊരു ഐഡിയ ഇല്ല എനിക്ക്. അതാണ് മേക്കിംഗ് ഓഫ് സയൻറ്റിസ്റ്റ്. അതിൻ്റെ ഇയേഴ്സൊക്കെ ഒന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് ഞാനൊരു സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാനിരുന്നു. ആൻഡ് സാമ്പിൾ പേപ്പറിൽ ഞാൻ ലിറ്ററേച്ചർ ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തം സാമ്പിൾ പേപ്പർ ടു ഡു ലിസ്റ്റും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു ഗൈസ്. ബൈ ഗൈസ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ബൈ.